നമസ്കാരം. ഇന്നു മുതൽ കേരളം ഭരണരംഗം എന്ന ഭാഗത്തെ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് നിന്ന് ആകെയുള്ളത് 5 ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കേരളം ഭരണരംഗം എന്നുള്ള ഈ ഭാഗം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, ഈ ടോപ്പിക്കാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കേണ്ടത്. അതിനകത്തോട്ട് വരുന്നതിന് മുമ്പായിട്ട് ചില പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഭാഗത്തൊന്ന് അറിഞ്ഞു വയ്ക്കണം. നമ്മൾ നേരത്തെ ചില ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കേരള ഭൂമിശാസ്ത്രം പഠിച്ചപ്പോൾ കേരളത്തിലെ കായലുകളെക്കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. ആ സമയത്ത് തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുന്ന ചില കാര്യങ്ങൾ ഈ ഭാഗത്തൊന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ടോപ്പിക്കിനകത്തോട്ട് വരാം. അതിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം, അല്ലേ? ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഫെബ്രുവരി 2 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. എന്തുകൊണ്ടാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഉച്ചകോടി ഇറാനിൽ റംസാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നു. ആ സ്ഥലത്ത് വെച്ച് നടന്ന ഉച്ചകോടിയിൽ ഒരു ഉടമ്പടി ഉണ്ടായി. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ട ദിവസമാണ് ഫെബ്രുവരി 2. കൃത്യമായിട്ട് പറഞ്ഞാൽ 1971 ഫെബ്രുവരി 2. അപ്പോൾ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് റംസാർ ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1971 ഫെബ്രുവരി 2 ഈ ഉടമ്പടി നിലവിൽ വരുന്നത് പിന്നീടാണ്, 1975 ആ വർഷം നിങ്ങൾ പഠിക്കണമെന്നില്ല. ഇത് ഒപ്പുവയ്ക്കപ്പെട്ടത് എന്നാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1971 ഫെബ്രുവരി 2. ഇനി ഈ പറഞ്ഞ ഉടമ്പടി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത്, റംസാർ ഉടമ്പടി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഒരു 11 കൊല്ലം കൂടി കഴിയുമ്പോഴാണ്. അതായത് 1982 ഫെബ്രുവരി 1 ഏത് റംസാർ ഉടമ്പടി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആദ്യം ഓർക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 2024 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ആ ദിനത്തിൽ ഓരോ തണ്ണീർത്തട ദിനത്തിലും എന്തെങ്കിലും പ്രമേയം ഉണ്ടാവും. 2024 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്ന് ഒരു പക്ഷേ കറണ്ട് അഫയേഴ്സ് ഭാഗത്തും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. 2024 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ്. വെറ്റ്ലാൻഡ്, തണ്ണീർത്തടങ്ങളും മനുഷ്യൻ്റെ സുസ്ഥിതിയും, തണ്ണീർത്തടങ്ങളും മനുഷ്യൻ്റെ സുസ്ഥിതിയും എന്നുള്ളതാണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. അവിടെ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഓർത്ത് വയ്ക്കുക. 2023 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ആ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നുള്ളതാണ്. തണ്ണീർത്തടങ്ങളെ വീണ്ടെടുക്കാം എന്നുള്ളതായിരുന്നു 2023 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. അതേസമയം 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രാഥമികമായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നിയമത്തിലോട്ട് വരാം. അപ്പോൾ അത് ഏതാണ് നിയമം? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്
കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ത് ഉദ്ദേശത്തോടു കൂടി എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് പാസ്സാക്കിയത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ആ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രസ്താവന തരികയാണ്. അതായത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. അതിനകത്തൊരു പ്രസ്താവന തരുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ കാർഷിക രംഗത്തെ വളർച്ച, കേരളത്തിൻ്റെ കാർഷിക രംഗത്തിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്നൊരു പ്രസ്താവന തരുന്നു. കേരളത്തിൻ്റെ കാർഷിക രംഗത്തിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമാണ്. അപ്പോൾ കാർഷിക രംഗത്തിൻ്റെ വളർച്ച ഈ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതിക സുസ്ഥിരത, കേരളത്തിൻ്റെ പാരിസ്ഥിതിക സുസ്ഥിരത. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമാണ്. ഇതൊരു ദേശീയ നിയമമല്ല, കേരള നിയമസഭ പാസാക്കിയ നിയമമാണ്. അപ്പോൾ കേരളത്തിൻ്റെ പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ളതും ഈ നിയമത്തിൻ്റെ ലക്ഷ്യമാണ്, ഉദ്ദേശമാണ്. അതിനെ കൂടാതെ തീർച്ചയായിട്ടും നെൽവയലുകളുടെ സംരക്ഷണം, തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം, ഇതും ഈ നിയമത്തിൻ്റെ ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വയ്ക്കുക, നെൽവയലുകളോ തണ്ണീർത്തടങ്ങളോ ഏതെങ്കിലും വിധത്തിൽ നികത്തുന്നതോ രൂപമാറ്റം വരുത്തുന്നതോ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം കൂടിയാണ് ഏത്? 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അപ്പോൾ നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നികത്തുന്നതോ രൂപമാറ്റം വരുത്തുന്നതോ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം കൂടിയാണ് ഏത്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അപ്പോൾ ആ നിയമത്തിൻ്റെ ഉദ്ദേശം കൂട്ടുകാർക്ക് പിടികിട്ടി എങ്കിൽ ഇനി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ചോദ്യങ്ങളെ സമീപിക്കേണ്ടത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ചോയ്സിൽ നിന്ന് പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്നൊക്കെ വിലയിരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ നിയമം നിലവിൽ വന്നത് എന്നാണ്. ഈ നിയമം ഏതാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2008 ഓഗസ്റ്റ് 11 2008 ഓഗസ്റ്റ് 11 എന്ന് പറയുമ്പോൾ ആ സമയത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. അപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് എന്ന് ചോദിച്ചാൽ 2008 ഓഗസ്റ്റ് 11 ഇനി സർക്കാരിൻ്റെ ചില രേഖകളിൽ ഓഗസ്റ്റ് 12 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ നിയമം നിലവിൽ വരുന്നത് ഓഗസ്റ്റ് 12 എന്ന് കൊടുത്തിട്ടുണ്ട്. മിക്കവാറുമുള്ള പുസ്തകങ്ങളിലെല്ലാം ഓഗസ്റ്റ് 11 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓഗസ്റ്റ് 11 എന്ന് തന്നെ വെച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നും 11 ആണോ 12 ആണോ എന്ന്. എന്തായാലും ചോയ്സിൽ 11ഉം 12ഉം തന്നിരിക്കത്തില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ തന്നിരിക്കുള്ളൂ. 2008 ഓഗസ്റ്റ് 11 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്നത്. ഓഗസ്റ്റ് 11 ചോയ്സിലില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓഗസ്റ്റ് 12 ഉണ്ടായിരിക്കും. രണ്ടും കൂടി തന്നിരിക്കത്തില്ല. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഈ നിയമത്തിൽ ഒരു ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. ആ ഭേദഗതി എന്നാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. പ്രസ്താവന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ നിയമം ഇന്ന ദിവസം പാസ്സാക്കി, ഈ നിയമത്തിൽ ഇന്ന വർഷത്തിൽ ഭേദഗതി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന തരും. ആ ഭേദഗതി എന്നാണ്? 2018. അപ്പോൾ 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഭേദഗതി ഉണ്ടായത് 2018. ആ ഭേദഗതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ്, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഭേദഗതിയാണ്. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക, 2018. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ ആകെ എത്ര വകുപ്പുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 30 വകുപ്പുകളാണ്. ഈ നിയമത്തിൽ ആകെ എത്ര വകുപ്പുകളുണ്ട്? 30 വകുപ്പുകളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. ഞാൻ പറഞ്ഞു ഈ നിയമത്തിൽ ആകെ 30 വകുപ്പുകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതിലൊരു വകുപ്പാണ് വകുപ്പ് 2. ഈ വകുപ്പ്
2 പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? വകുപ്പ് 2 ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ നിയമത്തിൽ പറയുന്ന പല കാര്യങ്ങളുടെയും നിർവചനം കൊടുത്തിരിക്കുന്നത് വകുപ്പ് 2 ഇതിൽ നെൽവയലിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്നൊരു പ്രയോഗം ഇതിനകത്തുണ്ട്, അതിനുള്ള നിർവചനം കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ബാങ്ക് എന്ന് പറയുന്നുണ്ട്, അതെന്താണെന്ന് പറയുന്നുണ്ട്. തണ്ണീർത്തടങ്ങൾ എന്നുള്ളതിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. ഈ നിർവചനങ്ങളെല്ലാം വരുന്നത് ഏത് വകുപ്പിലാണ്? 2 എന്ന് പറയുന്ന വകുപ്പിലാണ്. അതിനകത്ത് ഉപവകുപ്പുകളും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കുക, 2.12 ഈ നിയമത്തിലെ വകുപ്പ് 2.12 അതിലെന്താണ് പറയുന്നത്? അതിൽ പറയുന്നത് നെൽവയൽ എന്നുള്ളതിൻ്റെ നിർവചനമാണ്. ഈ നിയമത്തിൽ നെൽവയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് വകുപ്പ് 2.12 പറയുന്നത്. അപ്പോൾ ഈ നിയമത്തിൽ നെൽവയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കേരളത്തിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും കൃഷി ചെയ്യുന്ന എല്ലാ നിലങ്ങളും, കേരളത്തിലുള്ള വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്ന എല്ലാ നിലങ്ങളും ഏതിൻ്റെ പരിധിയിൽ വരും? ഏതിൻ്റെ നിർവചനത്തിൽ വരും? നെൽവയൽ എന്നുള്ള നിർവചനത്തിൽ വരും. അതുകൂടാതെ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള എന്നാൽ ഇപ്പോൾ തരിശിട്ടിരിക്കുന്ന പ്രദേശവും ഏതിൻ്റെ നിർവചനത്തിൽ വരും? നെൽവയൽ എന്നുള്ള നിർവചനത്തിൽ വരും. അപ്പോൾ നെൽവയൽ എന്നുള്ളതിന് ഈ നിയമത്തിൽ 2.12 നൽകുന്ന നിർവചനം ഇതാണ്: കേരളത്തിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്ന എല്ലാ നിലവും അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഇപ്പോൾ തരിച്ചിട്ടിരിക്കുന്ന എല്ലാ നിലവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളും എന്ന് പറയുമ്പോൾ തോടുകൾ, ചിറകൾ, കുളങ്ങൾ, അല്ലേ? ഇപ്പം നെൽവയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെൽകൃഷിക്ക് അത്യാവശ്യം എന്ത് വേണം? ജലം വേണം. അപ്പോൾ ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ നിലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അനുബന്ധമായിട്ടുള്ള തോടുകളും ചിറകളും കുളങ്ങളുമെല്ലാം ഏതിൻ്റെ നിർവചനത്തിൽ വരും? നെൽവയൽ എന്നുള്ള നിർവചനത്തിൽ വരും. അപ്പോൾ ഈ നിയമത്തിൽ നെൽവയലിന് നിർവചനം കൊടുത്തിരിക്കുന്നത് ഏത് വകുപ്പിലാണ് എന്ന് ചോദിച്ചാൽ വകുപ്പ് 2.12 വകുപ്പ് 2.12. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വകുപ്പ് നോക്ക്, വകുപ്പ് 2.16 വകുപ്പ് 2.16 അതും ഒരു നിർവചനമാണ്. ആ നിർവചനം ഏതിനെക്കുറിച്ചുള്ള നിർവചനമാണ്? അൺനോട്ടിഫൈഡ് ലാൻഡ്. ഈ നിയമത്തിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്താണ്? വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ നിയമത്തിലെ വകുപ്പ് 2.16 വേറൊരു കാര്യം പറയുന്നുണ്ട്, വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മുടെ വില്ലേജ് ഓഫീസിൽ ഒരു അടിസ്ഥാന നികുതി രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഒരു അടിസ്ഥാന നികുതി രജിസ്റ്റർ ഉണ്ടായിരിക്കും, BTR എന്ന് പറയും, അടിസ്ഥാന നികുതി രജിസ്റ്റർ. അപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസുകളിലെ അടിസ്ഥാന നികുതി രജിസ്റ്ററിൽ നെൽവയലായിട്ടോ തണ്ണീർത്തടമായിട്ടോ രേഖപ്പെടുത്തിയിട്ടുള്ളതും എന്നാൽ ഈ പറഞ്ഞ നിയമത്തിൽ 5.4 വകുപ്പ് പ്രകാരം നെൽവയലായിട്ടോ തണ്ണീർത്തടമായിട്ടോ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയെയാണ് അൺനോട്ടിഫൈഡ് ലാൻഡ് അഥവാ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. 2.16 ഒരു നിർവചനമുണ്ട്, അൺനോട്ടിഫൈഡ് ലാൻഡ് അഥവാ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ വില്ലേജ് ഓഫീസുകളിലെ അടിസ്ഥാന നികുതി രജിസ്റ്ററിൽ നെൽവയൽ തണ്ണീർത്തടം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും പക്ഷേ ഈ നിയമത്തിലെ 5.4 വകുപ്പ് പ്രകാരം നെൽവയലായിട്ടോ തണ്ണീർത്തടമായിട്ടോ പ്രഖ്യാപിക്കപ്പെടാത്ത ഭൂമി, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അതിനെയാണ് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി, അൺനോട്ടിഫൈഡ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. അത് 2.16 ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വകുപ്പ്, വകുപ്പ് 2.18 വകുപ്പ് 2.18 ഈ 2.18 എന്തിൻ്റെ നിർവചനമാണ് നൽകുന്നത് എന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. തണ്ണീർത്തടങ്ങൾക്ക് നിർവചനം നൽകുന്നു. തണ്ണീർത്തടങ്ങൾക്ക് നിർവചനം നൽകുന്നു. അപ്പോൾ നെൽവയലിന് നിർവചനം പറഞ്ഞത് വകുപ്പ് 2.12 തണ്ണീർത്തടങ്ങൾക്ക് നിർവചനം പറയുന്നത് 2.18 അപ്പോൾ നെൽവയലിന് പ്രത്യേകം നിർവചനം
നിർവചനമുണ്ട്, തണ്ണീർത്തടങ്ങൾക്ക് പ്രത്യേക നിർവചനമുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു കാര്യം കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, നെൽവയൽ എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളിൽ വരുന്നില്ല. നെൽവയൽ എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളിൽ വരുന്നില്ല. പക്ഷെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, കായലുകൾ. കായലുകൾ ഏതിനകത്താണ് വരുന്നത്? കായലുകൾ വരുന്നത് തണ്ണീർത്തടങ്ങളിലാണ്. കണ്ടൽക്കാടുകൾ വരുന്നത് ഏതിലാണ്? തണ്ണീർത്തടങ്ങളിലാണ്. ചതുപ്പ് നിലങ്ങൾ ഏതിനകത്താണ് വരുന്നത്? തണ്ണീർത്തടങ്ങളിലാണ് വരുന്നത് അല്ലേ. പ്രകൃതിയിലെ സ്വാഭാവികമായിട്ടുള്ള ജലസ്രോതസ്സുകളാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം. കായലുകൾ തണ്ണീർത്തടങ്ങളിൽ വരും, കായലുകൾ തണ്ണീർത്തടങ്ങളിൽ വരും, ചതുപ്പ് നിലങ്ങൾ തണ്ണീർത്തടങ്ങളിൽ വരും, കണ്ടൽക്കാടുകൾ തണ്ണീർത്തടങ്ങളിൽ വരും, ചേറ്റു പ്രദേശങ്ങൾ തണ്ണീർത്തടങ്ങളിൽ വരും. പക്ഷെ നെൽവയൽ തണ്ണീർത്തടങ്ങളിൽ വരുമോ? ഇല്ല. നദികൾ തണ്ണീർത്തടങ്ങളിൽ വരുമോ? ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നിയമത്തിലെ എന്താണ് തണ്ണീർത്തടങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിർവചന പ്രകാരം തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ചോയ്സിൽ നെൽവയലുകൾ എന്നുള്ളതായിരിക്കും ഉത്തരം. നെൽവയലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നദികളൊന്നും ഏതിനകത്ത് വരത്തില്ല? തണ്ണീർത്തടങ്ങളിൽ വരത്തില്ല. അപ്പോൾ തണ്ണീർത്തടങ്ങൾക്ക് നിർവചനം പറഞ്ഞിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? വകുപ്പ് 2:18. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നെൽവയൽ എന്തല്ല? തണ്ണീർത്തടമല്ല. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഈ നിയമത്തിൽ മൂന്ന് തരത്തിലുള്ള സമിതികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നിയമത്തിൽ 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 തലത്തിലുള്ള സമിതികളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചപ്പോൾ അവിടെയും ചില സമിതികളെക്കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ. ജില്ലാ സമിതികൾ, അതുപോലെ തന്നെ സംസ്ഥാന സമിതികൾ, അതുപോലെ തന്നെ ദേശീയ സമിതികൾ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ജില്ലാ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ, ദേശീയ കമ്മീഷൻ എന്നൊക്കെ പഠിച്ചിരുന്നു. അതുപോലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ 3 തലത്തിലുള്ള സമിതികളെക്കുറിച്ച് പറയുന്നു. അത് പ്രാദേശിക സമിതി, ജില്ലാ സമിതി, സംസ്ഥാന സമിതി. ഇത് കേരളത്തിനകത്ത് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ പ്രാദേശിക സമിതി, ജില്ലാ സമിതി, പിന്നെ അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സമിതി. അപ്പോൾ ഈ സമിതികൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാദേശിക സമിതികൾക്കാണ്. ഈ നിയമത്തിൽ 5 മുതൽ 7 വരെയുള്ള വകുപ്പുകളിലായിട്ട് പ്രാദേശിക തല നിരീക്ഷണ സമിതികൾ എന്ന് പറയുന്ന സമിതികളെ കുറിച്ച് പറയുന്നുണ്ട്. 5 മുതൽ 7 വരെയുള്ള വകുപ്പുകളിലായിട്ട് പ്രാദേശിക തല നിരീക്ഷണ സമിതികളെ കുറിച്ച് പറയുന്നു. എന്താണ് ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതികളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്? ഈ സമിതികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ നിയമം എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ നെൽവയലുകളെ, കേരളത്തിലെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നമ്മുടെ നാട്ടുംപുറങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ശരിയായ വിധത്തിൽ നടക്കുന്നുണ്ടോ, അവ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാദേശിക തലത്തിലുള്ള സംവിധാനമാണ് ഏത്? പ്രാദേശിക തല നിരീക്ഷണ സമിതികൾ. ഈ നിയമത്തിൽ 5 മുതൽ 7 വരെയുള്ള വകുപ്പുകളിലായിട്ട് പ്രാദേശിക തല നിരീക്ഷണ സമിതികളെ കുറിച്ച് പറയുന്നു. പ്രാദേശിക തല നിരീക്ഷണ സമിതികളുടെ എന്താണ് പ്രവർത്തനം അല്ലെങ്കിൽ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ശരിയായ രീതിയിൽ നടപ്പിലാകുന്നുണ്ടോ, ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നും നോക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണ സമിതികളാണ് ഏത്? പ്രാദേശിക തല നിരീക്ഷണ സമിതികൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുണ്ടാവും. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദ്യമുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. പ്രാദേശിക തല നിരീക്ഷണ സമിതി. ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതിക്ക് ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും. ആരാണ് എന്ന് ചോദിച്ചാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. എന്നാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലായിടത്തും എന്തല്ല പഞ്ചായത്തല്ല. ചിലയിടത്ത് മുനിസിപ്പാലിറ്റിയാണ്, ചിലയിടത്ത് കോർപ്പറേഷനാണ്. ഇപ്പോൾ കോർപ്പറേഷൻ ആണ് എങ്കിൽ അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കോർപ്പറേഷൻ മേയർ ആയിരിക്കും. മുനിസിപ്പാലിറ്റി ആണ് എങ്കിൽ അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കും. എന്തായാലും പ്രാദേശിക തല നിരീക്ഷണ സമിതി, ഗ്രാമങ്ങളിൽ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രാദേശിക തല നിരീക്ഷണ സമിതിക്ക് ഒരു കൺവീനർ ഉണ്ടായിരിക്കും. മാറിപ്പോകരുത്, പ്രാദേശിക തല നിരീക്ഷണ സമിതിക്ക് ഒരു കൺവീനർ ഉണ്ടായിരിക്കും. കൺവീനർ
കൺവീനർ ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ കൃഷി ഓഫീസറാണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയിൽ ആരൊക്കെ വരും എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, അധ്യക്ഷൻ കാണും, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് കൺവീനറായിട്ട് കൃഷി ഓഫീസർ ഉണ്ടായിരിക്കും. പിന്നീട് അതിനകത്ത് തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസർ ഉണ്ടായിരിക്കും. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സമിതിക്കകത്ത് നെൽ കർഷകർ കാണും, നെൽവയൽ കർഷകർ കാണും. എത്ര പേരാണ്? 3 പേർ ഈ പറഞ്ഞ സമിതിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രാദേശിക തല നിരീക്ഷണ സമിതി, അതിൻ്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താണ്, അതിൻ്റെ കൺവീനർ കൃഷി ഓഫീസർ ആയിരിക്കും. അതിലെ വില്ലേജ് ഓഫീസർ അംഗമായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട 3 നെൽ കർഷകർ അംഗങ്ങളായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. അപ്പോൾ വില്ലേജ് ഓഫീസറും ഉണ്ട് അല്ലേ? ഈ സമിതിയിൽ ആരും ഉണ്ട്? വില്ലേജ് ഓഫീസറും ഉണ്ട്. അപ്പോൾ ഈ സമിതി എന്ത് ചെയ്യണം? ഈ സമിതി ഞാൻ പറഞ്ഞ ഈ നിയമത്തിലെ വ്യവസ്ഥകളൊക്കെ നടപ്പിലാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നെൽവയലുകളോ തണ്ണീർത്തടങ്ങളോ രൂപമാറ്റം വരുത്തുകയോ ഏതെങ്കിലും തരത്തിൽ അതിനെ കൈകടത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്യണം. ആർക്ക് റിപ്പോർട്ട് ചെയ്യണം? പ്രാദേശിക തല നിരീക്ഷണ സമിതികൾ എന്തെങ്കിലും കയ്യേറ്റങ്ങളോ കാര്യങ്ങളോ കണ്ടെത്തിയാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യണം. RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. ആർക്ക് റിപ്പോർട്ട് ചെയ്യണം? RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ആ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ സമിതിയിലെ റിപ്പോർട്ടിംഗ് ഓഫീസറാണ്. ഈ സമിതിയിലെ റിപ്പോർട്ടിംഗ് ഓഫീസറാണ്. ഈ സമിതിയിലെ റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാണ്? അതിൻ്റെ കൺവീനർ തന്നെയാണ്. കൃഷി ഓഫീസറാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണത്? കൃഷി ഓഫീസർ അല്ലേ? അപ്പോൾ പ്രാദേശിക തല നിരീക്ഷണ സമിതി ഈ നിയമത്തിൽ 5 മുതൽ വകുപ്പ് 5 മുതൽ വകുപ്പ് 7 വരെയായിട്ട് പറയുന്നതാണ് ഏത്? പ്രാദേശിക തല നിരീക്ഷണ സമിതി. അപ്പോൾ ഇതിനകത്ത് അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്, കൺവീനർ കൃഷി ഓഫീസറാണ്, വില്ലേജ് ഓഫീസർ ഇതിനകത്ത് അംഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട നെൽ കർഷകർ 3 പേർ ഇതിൽ അംഗങ്ങളായിട്ടുണ്ടായിരിക്കും. ഇത് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് RDOയ്ക്കാണ്. RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? കൃഷി ഓഫീസറാണ്. അപ്പോൾ ഈ സമിതിയുടെ റിപ്പോർട്ടിംഗ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ കൃഷി ഓഫീസറാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാണ്? അത് കൃഷി ഓഫീസറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഡാറ്റാ ബാങ്ക്. അപ്പോൾ ഈ നിയമത്തിൽ ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണ് ഡാറ്റാ ബാങ്ക്? ഞാൻ പറഞ്ഞു പ്രാദേശിക തല നിരീക്ഷണ സമിതികൾ. ആ പ്രാദേശിക തല നിരീക്ഷണ സമിതികൾ അവർക്ക് അധികാരമുള്ള പ്രദേശങ്ങളിലെ നെൽവയൽ തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു രേഖ തയ്യാറാക്കുന്നു. ആ രേഖപ്പെടുത്തുന്ന ആധികാരിക രേഖയാണ് ഡാറ്റാ ബാങ്ക്. ആ രേഖപ്പെടുത്തുന്ന ആധികാരിക രേഖയാണ് ഡാറ്റാ ബാങ്ക്. അപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഡാറ്റാ ബാങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പ്രാദേശിക തല നിരീക്ഷണ സമിതികൾ അവർക്ക് അധികാരമുള്ള പ്രദേശങ്ങളിലെ നെൽവയലുകൾ തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു എന്ത് ചെയ്യുന്നു? ഒരു പ്രമാണം, ഒരു രേഖ തയ്യാറാക്കുന്നു. അതാണ് ഏത്? ഡാറ്റാ ബാങ്ക്. അപ്പോൾ അവിടെ വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് അറിയാമോ? ഈ ഡാറ്റാ ബാങ്ക്, ഈ നിയമപ്രകാരമുള്ള ഡാറ്റാ ബാങ്ക് തയ്യാറാക്കാൻ അധികാരമുള്ളത് ആർക്ക് എന്നൊരു ചോദ്യം വരും. നമ്മളത് മനസ്സിലാക്കി. പ്രാദേശിക തലത്തിലുള്ള നിരീക്ഷണ സമിതികൾക്കാണ്. പ്രാദേശിക തലത്തിലുള്ള നിരീക്ഷണ സമിതികൾക്കാണ് ഈ നിയമപ്രകാരം ഡാറ്റാ ബാങ്ക് തയ്യാറാക്കാൻ അധികാരമുള്ളത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഡാറ്റാ ബാങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നെൽവയൽ എന്നുള്ള നിർവചനം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങൾ എന്ന നിർവചനം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സമിതിയിലോട്ട് പോകാം. അടുത്ത സമിതി എന്ന് പറയുന്നത് ജില്ലാ തലത്തിലുള്ള സമിതിയാണ്. അപ്പോൾ ഈ നിയമത്തിൽ പ്രാദേശിക തലത്തിലുള്ള ഒരു നിരീക്ഷണ സമിതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ജില്ലാ തലത്തിലുള്ള ഒരു സമിതിയുണ്ട്. ഈ നിയമത്തിലെ വകുപ്പ് 9 ജില്ലാ തലത്തിലുള്ള സമിതിയെക്കുറിച്ച് പറയുന്നത്. 5 മുതൽ 7 വരെ വകുപ്പുകളിലാണ് പ്രാദേശിക തലത്തിലുള്ള സമിതിയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ വകുപ്പ് 9 ജില്ലാ തലത്തിലുള്ള സമിതിയെക്കുറിച്ച് പറയുന്നത്.
ഈ ജില്ലാതല സമിതി രൂപീകരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ കളക്ടറാണ്. ജില്ലാതലത്തിലുള്ള സമിതി രൂപീകരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കളക്ടറാണ്. ജില്ലാതല സമിതിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ RDO ആണ്. അപ്പോൾ വകുപ്പ് 9 പ്രകാരം ജില്ലാതല സമിതികൾ അല്ലെ, ആ ജില്ലാതല സമിതികൾ രൂപീകരിക്കുന്നത്, മാറിപ്പോകരുത്, അതിൻ്റെ അധ്യക്ഷൻ വേറെയാണ്, രൂപീകരിക്കുന്നത് കളക്ടറാണ്. ജില്ലാതല സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് RDO ആയിരിക്കും. ഇനി ഈ പറഞ്ഞ സമിതിക്കും ഒരു കൺവീനർ ഉണ്ടായിരിക്കും. ആ കൺവീനർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ്. പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ് ഇതിൻ്റെ എന്താണ് കൺവീനർ. ഇതിൻ്റെ ജില്ലാതല സമിതിയുടെ കൺവീനർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ്. ഇനി ഇതിനെ കൂടാതെ കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെൽ കർഷകർ കൂടി ഈ പറഞ്ഞ സമിതിയിൽ അംഗങ്ങളായിട്ട് ഉണ്ടാവും. അപ്പോൾ ജില്ലാതല സമിതി കളക്ടർ രൂപീകരിക്കും, RDO അധ്യക്ഷനായിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കൺവീനർ ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെൽ കർഷകർ ഈ സമിതിയിൽ അംഗങ്ങളായിട്ട് വേറെയും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി വെക്കുക. വകുപ്പ് ഏതാണ്? വകുപ്പ് 9. ഇനി അത് കഴിഞ്ഞിട്ട് വകുപ്പ് 8. ഈ നിയമത്തിലെ വകുപ്പ് 8. വകുപ്പ് 8ലാണ് സംസ്ഥാനതല സമിതിയെ കുറിച്ച് പറയുന്നത്. പ്രാദേശിക തല സമിതി, പിന്നെ അത് കഴിഞ്ഞ് ജില്ലാതല സമിതി, പിന്നെ അത് കഴിഞ്ഞിട്ട് സംസ്ഥാനതല സമിതി. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ സംശയം വരും, സാറിന് മാറിപ്പോയോ? ആദ്യം ഇപ്പോൾ ജില്ലാതലത്തിലുള്ള സമിതിയെ കുറിച്ച് പറഞ്ഞത് 9ലാണ്, വകുപ്പ് 8ലാണ് സംസ്ഥാനതല സമിതി. വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ എന്ന് നിങ്ങൾക്കൊരു സംശയം വരും. വകുപ്പൊന്നും മാറിയിട്ടില്ല. അത് ആദ്യം സംസ്ഥാനതല സമിതിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ജില്ലാതല സമിതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വകുപ്പ് 8ലാണ് സംസ്ഥാനതല സമിതിയെക്കുറിച്ച് പറയുന്നത്. സംസ്ഥാനതല സമിതി രൂപീകരിക്കേണ്ടത് ആരാണ്? അത് രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഈ നിയമത്തിൽ പറയുന്ന സംസ്ഥാനതല സമിതി രൂപീകരിക്കേണ്ടത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? സംസ്ഥാന സർക്കാരാണ് അല്ലേ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ജില്ലാതല സമിതി രൂപീകരിക്കേണ്ടത് ആരാണ്? അത് കളക്ടറാണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനതല സമിതി രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, സംസ്ഥാന സർക്കാർ. ഈ സമിതിയുടെ കൺവീനർ ആരായിരിക്കും? സംസ്ഥാനതല സമിതിയുടെ കൺവീനർ ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ കാർഷിക ഉൽപാദന കമ്മീഷണർ ആയിരിക്കും. കാർഷിക ഉൽപാദന കമ്മീഷണർ. ഈ സമിതി എന്ന് പറയുന്നത്, ഈ സമിതിയെ നിയമിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉണ്ടാവും, അതുപോലെ തന്നെ കാർഷികോൽപാദന കമ്മീഷണർ ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് സർക്കാർ നിയമിക്കുന്ന നിർദ്ദേശിക്കുന്ന മറ്റ് അംഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൺവീനർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ കാർഷികോൽപാദന കമ്മീഷണറാണ്. അപ്പോൾ ഞാൻ അധ്യക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഈ നിയമത്തിൽ അധ്യക്ഷനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല, കൺവീനറെ കുറിച്ചാണ് വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് കാർഷിക ഉൽപാദന കമ്മീഷണർ ആയിരിക്കും സംസ്ഥാനതല സമിതിയുടെ കൺവീനർ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. അടുത്തത് വകുപ്പ് 11. ഈ നിയമത്തിൽ വകുപ്പ് 11 പറയുന്ന കാര്യം എന്താണ്? തണ്ണീർത്തടങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ പാടില്ല. തണ്ണീർത്തടങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് തടയുന്ന വകുപ്പാണ് ഏത്? വകുപ്പ് 11. തണ്ണീർത്തടങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് തടയുന്ന വകുപ്പാണ് ഈ നിയമത്തിലെ വകുപ്പ് 11. ഇത് വേറെ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നത് തടയുന്ന വകുപ്പ് ഏതാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ തണ്ണീർത്തടങ്ങൾ ഏതെങ്കിലും വിധത്തിൽ രൂപമാറ്റം വരുത്തുന്നത് തടയുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാലും അതും ഇത് തന്നെയാണ്, വകുപ്പ് 11. അപ്പോൾ ഇവിടുന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് തടയുന്ന വകുപ്പാണ് വകുപ്പ് 11. ഇനി അത് കഴിഞ്ഞിട്ട് വകുപ്പ് 14. ഈ നിയമത്തിലെ വകുപ്പ് 14 പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നെൽവയൽ, അതുപോലെ തണ്ണീർത്തടങ്ങൾ, ആ പ്രദേശത്ത് അങ്ങനെയുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് നൽകാൻ പാടില്ല അല്ലേ. ഏതെങ്കിലും തരത്തിൽ നിർമ്മാണമുണ്ട് എങ്കിൽ നമ്മൾ ലൈസൻസിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് എന്ത് ചെയ്യാറ്? ആശ്രയിക്കാറ് അല്ലേ. അപ്പോൾ
ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നെൽവയൽ, തണ്ണീർത്തടങ്ങൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ, അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി അഥവാ ലൈസൻസ് നൽകാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 14. ഇനി അത് കഴിഞ്ഞിട്ട് വകുപ്പ് 30. വകുപ്പ് 30-ൽ പറയുന്ന എന്താണ്? നെൽവയലുകൾ പരിവർത്തനപ്പെടുത്താൻ പാടില്ല. നെൽവയലുകൾ പരിവർത്തനപ്പെടുത്താൻ പാടില്ല. തണ്ണീർത്തടം വേറെ നിർവചനമാണ്, നെൽവയലുകൾ വേറെ നിർവചനമാണ്. വകുപ്പ് 11-ൽ പറയുന്നത് തണ്ണീർത്തടങ്ങൾ പരിവർത്തനപ്പെടുത്താൻ പാടില്ല എന്നാണ്. നെൽവയലുകളുടെ കാര്യം കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുന്നത് വകുപ്പ് 30-ലാണ്. നെൽവയലുകൾ എന്ത് ചെയ്യാൻ പാടില്ല? പരിവർത്തനപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 30. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വകുപ്പ്, വകുപ്പ് 27. വകുപ്പ് 27-ൽ പറയുന്ന കാര്യം എന്താണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ വകുപ്പ് 27-ൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കാർഷിക അഭിവൃദ്ധി ഫണ്ടിനെ കുറിച്ചാണ്. കാർഷിക അഭിവൃദ്ധി ഫണ്ട്. അപ്പോൾ ഈ നിയമം ഉണ്ടാക്കിയ സമയത്ത് ഈ നിയമത്തിലെ വ്യവസ്ഥകളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അതാണ് കാർഷിക അഭിവൃദ്ധി ഫണ്ട്. ആ കാർഷിക അഭിവൃദ്ധി ഫണ്ടിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 27. ഏത് വകുപ്പാണ്? വകുപ്പ് 27. അപ്പം നമ്മൾ പറഞ്ഞ വകുപ്പുകൾ ഓർക്കുക. 2.12 ഓർക്കുക, 2.16A ഓർക്കുക, 2.18 ഓർക്കുക, 11 ഓർക്കുക, 14 ഓർക്കുക, 30 ഓർക്കുക. ഇതാ ഇപ്പോൾ വകുപ്പ് 27. അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കണം. മൊത്തം എത്ര വകുപ്പുകളാണുള്ളത്? മൊത്തം ഈ നിയമത്തിൽ 30 വകുപ്പുകളാണുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് നമുക്ക് വരാം. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി. ഈ നിയമത്തിൽ കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നില്ല. 2008-ലാണ് നിയമം ഉണ്ടായത്. 2010 കേരള സർക്കാർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ, റൂൾസ് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ കൊണ്ടുവന്നു. ആ ചട്ടങ്ങൾ 2010 കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2015 രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി. അപ്പോൾ കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയെക്കുറിച്ച് ഈ നിയമത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടായത്? 2008 നിയമം, അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉണ്ടാക്കിയ ചട്ടങ്ങൾ, ആ ചട്ടങ്ങൾ 2010-ലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2015 രൂപീകരിക്കപ്പെട്ടതാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി. പക്ഷേ അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഈ പറഞ്ഞ 2010-ലെ ചട്ടങ്ങളെ 2017 സർക്കാർ വീണ്ടും പുതുക്കി. 2010-ലെ ചട്ടങ്ങളെ വീണ്ടും ഈ പറഞ്ഞ 2017 എന്ത് ചെയ്തു? പുതുക്കി. അതായത് ചട്ടപരിഷ്കരണം 2017 ഉണ്ടായി. അങ്ങനെ 2017-ലെ ചട്ടപരിഷ്കരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി പ്രവർത്തിച്ചു വരുന്നത്, രൂപീകരിക്കപ്പെട്ടത്. മനസ്സിലായോ? അപ്പോൾ 2010-ല് ചട്ടങ്ങൾ കൊണ്ടുവന്നു. 2015 കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുന്നു. 2017 വീണ്ടും ചട്ടപരിഷ്കരണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കപ്പെട്ടു. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി അതിൻ്റെ എന്താണ്? അതിൻ്റെ ധർമ്മം എന്താണ്? കേരള തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകരിച്ചത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? ഈ നിയമം രൂപീകരിച്ചതിനൊരു ഉദ്ദേശമുണ്ട്, അത് നമ്മൾ പറഞ്ഞു. അതുപോലെ കേരള തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി അതിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം എന്താണ്? ശ്രദ്ധിച്ചു വയ്ക്കുക. സംസ്ഥാനത്തെ എല്ലാ തണ്ണീർത്തടങ്ങളുടെയും പട്ടിക തയ്യാറാക്കുക. സംസ്ഥാനത്തെ എല്ലാ തണ്ണീർത്തടങ്ങളുടെയും പട്ടിക തയ്യാറാക്കുക. പ്രാദേശിക തല നിരീക്ഷണ സമിതികൾ അതിൻ്റെ പട്ടിക തയ്യാറാക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ തണ്ണീർത്തടങ്ങളുടെയും പട്ടിക തയ്യാറാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തതോ, തണ്ണീർത്തട നിയമപ്രകാരം തിരിച്ചറിഞ്ഞ തണ്ണീർത്തടങ്ങൾ സർക്കാരിന് ശുപാർശ ചെയ്യുക. തണ്ണീർത്തട നിയമപ്രകാരം തിരിച്ചറിഞ്ഞ തണ്ണീർത്തടങ്ങൾ സർക്കാരിന് ശുപാർശ ചെയ്യുക.
ഇനി അത് കഴിഞ്ഞിട്ട് തണ്ണീർത്തടങ്ങളുടെ സമഗ്രമായ ഡിജിറ്റൽ ഡാറ്റ തയ്യാറാക്കുക. തണ്ണീർത്തടങ്ങളുടെ സമഗ്രമായിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റ തയ്യാറാക്കുക. അതുപോലെ തണ്ണീർത്തട മേഖലകളിൽ അനുവദിക്കാവുന്നതും നിയന്ത്രിക്കേണ്ടതുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പട്ടികപ്പെടുത്തുക. തണ്ണീർത്തടങ്ങളിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ എന്തൊക്കെ അനുവദിക്കാം, എന്തൊക്കെ നിയന്ത്രിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ആർക്ക് കൊടുക്കുക? ഈ പറഞ്ഞ സർക്കാരിന് കൊടുക്കുക. തണ്ണീർത്തട മേഖലകളിൽ അനുവദിക്കാവുന്നതും നിയന്ത്രിക്കേണ്ടതുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പട്ടികപ്പെടുത്തുക എന്നുള്ളതും ആരുടെ ജോലിയാണ്? തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ ജോലിയാണ്, ധർമ്മമാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി, അതിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും? കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി, അതിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കുക. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി, അതിൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ്. അതിൻ്റെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറിയാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയായിരിക്കും. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അവിടെ ഓർക്കേണ്ട 1-2 പോയിന്റുകൾ കൂടി ഞാൻ പറയാം. കേരളത്തിലെ ആദ്യത്തെ നീർത്തട പരിപാലന വികസന പരിശീലന കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? കേരളത്തിലെ ആദ്യത്തെ നീർത്തട പരിപാലന വികസന പരിശീലന കേന്ദ്രം അല്ലെ, കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പരിപാലന പരിശീലന കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത്. ആ സ്ഥാപനത്തിന്റെ പേര് ഓർത്തു വയ്ക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള എന്നുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പരിപാലന പരിശീലന കേന്ദ്രത്തിന്റെ പേര്. ഓർത്തു വയ്ക്കുക. എവിടെയാണ്? ചടയമംഗലത്താണ്. കേരള സോയിൽ സർവേയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. കേരള സോയിൽ സർവേയുടെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് ഏത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള. ഇനി അതുപോലെ ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു കേന്ദ്രം തണ്ണീർത്തട സംരക്ഷണത്തിനും വികസനത്തിനും പരിപാലനത്തിനും വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം, തണ്ണീർത്തട സംരക്ഷണത്തിനും വികസനത്തിനും പരിപാലനത്തിനുമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ സെന്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ചെന്നൈയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തണ്ണീർത്തട സംരക്ഷണം, വികസനം, പരിപാലനം എന്നീ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നീ ഉദ്ദേശത്തോടു കൂടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ്, സെന്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ്. അതേസമയം കേരളത്തിൽ നീർത്തട പരിപാലന പരിശീലന കേന്ദ്രം ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ്. അപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നമ്മൾ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തത് നിയമത്തിനാണ്. സിലബസ് പറയുന്നത് നിയമത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വരാനാണ്. അപ്പോൾ ആ നിയമവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇത്. ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് ഞാൻ അവകാശവാദം ഉന്നയിക്കത്തില്ല. അത് തീർച്ചയായിട്ടും ഒരു അതിര് കവിഞ്ഞ ആത്മവിശ്വാസ പ്രകടനമായിരിക്കും. അത് വേണ്ട. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം അറിഞ്ഞുകൊണ്ട് വേണം ഒരു പരീക്ഷയ്ക്ക് പോകാൻ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.